സ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരുടെ മുഖം കണ്ടപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരായിരിക്കുന്നു. നിങ്ങളെ കാണാതിരിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ആർദ്രതയുള്ളതായിരിക്കുന്നു. ಯಾವಾಗಲೂ ನಿಮ್ಮನ್ನು ಕಾಣದಿರುವಾಗಲೂ ಕೂಡ ನಮ್ಮ ಹೃದಯ ನಿಮಗೋಸ್ಕರವಾಗಿ ಆರ್ದ್ರತೆಯುಳ್ಳ ಹೃದಯವಾಗಿದೆ. ಒಂದು ಆಮೇಲೆ ಹೇಳ್ತಿರಂತ ನಾನು ನಂಬಿದೆ. ഹല്ലേലൂയ. കാണുമ്പോഴും സ്നേഹമുണ്ട്, നിങ്ങളെ കണ്ടില്ലെങ്കിലും സ്നേഹമുണ്ട്. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവരെ പോലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞോട് നടക്കാൻ അറിയത്തില്ല. ഞങ്ങളുടെ സ്നേഹമൊക്കെ ഞങ്ങൾ ഉള്ളിൽ വെച്ച് അങ്ങ് സ്നേഹിക്കുക. അതുകൊണ്ട് നിങ്ങളെ കണ്ടില്ലെങ്കിലും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ കാണുമ്പോൾ പിന്നെ അധികമായിട്ട് സ്നേഹിക്കുന്നു. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തെളിവാണ് പകൽക്കാലം ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും എന്നോട് കൂടി ഇരുന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ആ സ്നേഹമാണ് നമ്മളുടെ സ്നേഹബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുന്നത്. അപ്പൊ മനുഷ്യരെ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്കുന്നവര് ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങും. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അപ്പൊ മനുഷ്യൻ സ്നേഹിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവന്റെ രണ്ടുപേരുടെ ഉള്ളിലിരിക്കുന്ന ഒരേ ആത്മാവാണ്. അപ്പൊ നമുക്ക് ഇനിയൊരാളെ സ്നേഹിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ആത്മാവ് വേറെ ആയെന്നുള്ളത് മനസ്സിലാക്കിക്കണം. അപ്പൊ നമുക്ക് നമ്മളെ ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യരെ സ്നേഹിക്കാൻ കാരണം എന്താണ്? അവന്റെ ഉള്ളിലുള്ള ആത്മാവ് എന്റെ ഉള്ളിലുള്ള ആത്മാവ് ഒന്നായതുകൊണ്ടാണ്. അപ്പൊ ദൈവത്തെ എനിക്ക് സ്നേഹിക്കണമെങ്കിൽ ദൈവത്തിന്റെ ഉള്ളിലുള്ള ആത്മാവ് എന്റെ ഉള്ളിലുള്ള ആത്മാവ് ഒന്നാകണം. നമുക്ക് ദൈവത്തെ എന്തുകൊണ്ടാണ് സ്നേഹിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ ഉള്ളിലെ ദൈവാത്മാവിനെ നമ്മുടെ ഉള്ളിൽ സ്വീകരിച്ച് നമ്മളിൽ വസിക്കുമാറാക്കുവാൻ നമുക്ക് കഴിയുന്നില്ല. ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? തേജസ്സുള്ള ദൈവം, സ്വർഗത്തിൽ വസിക്കുന്നവരായ ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിലുള്ള മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നതിനാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ದೇವರ ಆತ್ಮ ನಿನ್ನೊಳಗಡೆ ವಾಸ ಮಾಡ್ತಾ ಇರೋದಾದ್ರೆ ಅದರ ಅರ್ಥ ನೀನು ಕ್ರೈಸ್ತವತ್ವದಲ್ಲಿ ಇದ್ದಿ ಎಂಬುದನ್ನ ಸಾಬೀತು ಮಾಡ್ತಾ ಇದೆ. ಒಂದು ವೇಳೆ ದೇವರ ಆತ್ಮ ನಿನ್ನ ಒಳಗಡೆ ವಾಸ ಮಾಡ್ತಾ ಇಲ್ಲದಿದ್ದರೆ ನೀನು ಕ್ರೈಸ್ತವನು ಎಂದು ಹೇಳಿಕೊಂಡು ಒಂದು ವೇಳೆ ಭೂಲೋಕದಲ್ಲಿ ನಿನ್ನ ಹೆಸರಿನ ಮುಂದೆ ನೀನು ಆ ಧರ್ಮವನ್ನ ಜಾತಿಯನ್ನು ಬರೆದುಕೊಂಡಿರಬಹುದು, ಆದರೆ ಪರಲೋಕದ ದೇವರ ದೃಷ್ಟಿಯಲ್ಲಿ ನೀನು ಕ್ರೈಸ್ತವನಾಗಿರುವುದಿಲ್ಲ. മനസ്സിലായോ? ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് നിന്റെ ഉള്ളിലുണ്ട് എന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നീ നിന്റെ അരികിലിരിക്കുന്നവരെ നീ സ്നേഹിക്കും, നീ കാണാത്ത ദൈവത്തെ സ്നേഹിക്കും. നമ്മൾ ഈ രണ്ട് കാര്യത്തിലും പരാജയപ്പെട്ട കൂട്ടമാണ്. നമ്മൾ ഭയങ്കര പ്രസംഗിക്കുന്ന കൂട്ടമാണ്. നമ്മൾ പ്രസംഗിക്കുന്നല്ലാതെ പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ലല്ലോ. എന്നാൽ കർത്താവ് പറഞ്ഞത് അങ്ങനെയല്ല. കർത്താവ് ചെയ്തു കാണിച്ചിട്ട് പ്രസംഗിച്ചോ. നമുക്കൊരു മാറ്റം ഉണ്ടാകട്ടെ. 2026 ആഗസ്റ്റ് മാസം ആദ്യത്തെ ഞായറാഴ്ചത്തെ ആരാധനയില്
നമുക്കൊരു മാറ്റം ഉണ്ടാകും. ദൈവം എന്തൊക്കെയോ നമ്മൾ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മള് കാട്ടിക്കൂട്ടുന്നതൊന്നും അല്ല ദൈവം പ്രതീക്ഷിക്കുന്നത്. ನಾವು ಮಾಡ್ತಾ ಇರೋದಲ್ಲ ನಮಗೆ ಸರಿ ಅಂತ ಕಾಡ್ತಾ ಇದೆ. ಆದ್ರೆ ದೇವರು ಅದಲ್ಲ ನಮ್ಮಿಂದ ಎದುರು ನೋಡ್ತಾ ಇರೋದು. ದೇವರು ನಮ್ಮಿಂದ ಶ್ರೇಷ್ಠವಾದ ಎದುರು ನೋಡ್ತಾ ಇದ್ದಾರೆ. യഹോവ നമ്മളിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ നടത്തുമ്പോഴാണ് നമ്മൾ ദൈവ പൈതൽ എന്ന് വിളിക്കപ്പെടുന്നത്. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പറയുന്നത് എന്റെ മനസ്സിന്റെ താല്പര്യങ്ങളെ അവര് ചെയ്തു തന്നാൽ ഞാൻ എന്റെ കുഞ്ഞുങ്ങളാണെന്ന് എല്ലാവരുടെ മുമ്പിൽ ഞാൻ പറയും. അവർ എവിടെയായിരുന്നാലും അത്രേ ഉള്ളൂ. അവര് ദേശത്ത് ഇവിടെ ഈ സ്വദേശത്തുണ്ടെങ്കിലും ശരി, അവർ വിദേശത്ത് പോയാലും ശരി, അവർ വീട്ടിലുണ്ടെങ്കിലും ശരി, അവർ കോളേജിലാണെങ്കിലും ശരി, അവർ ജോലി സ്ഥലത്താണെങ്കിലും ശരി, അവർ ആരാധനാലയത്തിലാണെങ്കിലും ശരി, അവർ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിലും ശരി, എന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങളെ എന്റെ കുഞ്ഞുങ്ങളെ മാനിക്കുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങും. നമ്മൾ ഒരു പിതാവിന്റെ കുഞ്ഞുങ്ങളാണ്. നമ്മൾ ആ പിതാവിന്റെ പേരാണ് നമ്മുടെ സൃഷ്ടികർത്താവ് ദൈവം. അവന്റെ ഹൃദയത്തിന്റെ അകത്ത് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. അവന്റെ മനസ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങ് വളരെയേറെ വാഞ്ചിക്കുന്നുണ്ട്. ആ ദൈവത്തിന്റെ ആ താല്പര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയാൽ നമ്മൾ ഭൂമിയിൽ കാട്ടിക്കൂട്ടുന്ന എല്ലാം വെറുതെ ഒരു കോലാഹലങ്ങൾ മാത്രമാണ്. കോലാഹലങ്ങളെ ഉണ്ടാക്കുവാൻ വേണ്ടിയല്ല ദൈവം തന്നെ ജനത്തെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആശയങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അതിന് പ്രകാരമായിട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് കർത്താവായ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കുമ്പോൾ നമ്മൾ ഈ ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ നിവർത്തിക്കുന്ന ജനമാണോ അല്ലയോ എന്ന് നമുക്ക് നമ്മളോട് ചോദിക്കാം. അതല്ല എന്ന് വരികിൽ നിങ്ങളെ തള്ളിക്കളയാൻ കർത്താവിന് ആഗ്രഹമൊന്നുമില്ല. ನಿನ್ನನ್ನು ಬಿಟ್ಟುಬಿಡ್ಲಿಕ್ಕೆ ದೇವರಿಗೆ ಕಿಂಚಿತ್ ಮನಸ್ಸಿಲ್ಲ. ದೇವರ ಮನಸ್ಸು ಬಯಕೆ ಏನು ಗೊತ್ತಾ? ನಿನಗೆ ಬುದ್ಧಿ ಹೇಳಿಕೊಟ್ಟು, ತಿಳುವಳಿಕೆ ಹೇಳಿಕೊಟ್ಟು, ನಿನಗೆ ಆಲೋಚನೆ ಹೇಳಿಕೊಟ್ಟು, ನಿನಗೆ ಆತ್ಮನ ಅಭಿಷೇಕವನ್ನು ಕೊಟ್ಟು, ನಿನ್ನೊಟ್ಟಿಗೆ ಮಾತನಾಡಿ ಆತನು ಬಯಸುವಂತ ಭಕ್ತನಾಗಿ ಪ್ರಿಯ ಮಕ್ಕಳಾಗಿ ನಿನ್ನನ್ನು ಮಾಡ್ಲಿಕ್ಕೆ ಬೇಕಾಗಿ ಕರ್ತನು ಇವತ್ತು ಹಗಲು ಕಾಲ ಕೂಡ ಅಪೇಕ್ಷಿಸ್ತಾ ಇದ್ದಾನೆ. അത്രവർക്ക് ആഗ്രഹമുണ്ടാ? എന്താ നിങ്ങളുടെ ആഗ്രഹം? എന്റെ ജീവിതത്തിൽ വലിയ നന്മ കാണണമെന്നുള്ളതാണോ നിന്റെ ആഗ്രഹം? നിന്റെ ജീവിതത്തിൽ നീ എപ്പോഴും സമൃദ്ധിയുള്ള അനുഭവത്തിൽ ജീവിക്കണമെന്നുള്ളതാണോ നിന്റെ ആഗ്രഹം? നിന്റെ കുഞ്ഞുങ്ങൾ മറ്റുള്ള ഏത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നേക്കാളും കൂടുതൽ പഠിക്കണമെന്നുള്ളതാണോ നിന്റെ ആഗ്രഹം? വേറെ ആരും പണിതിട്ടില്ലാത്ത വലിയ വീടാണ് നിനക്ക് പണിയണമെന്നുള്ളതാണോ നിന്റെ ആഗ്രഹം? അതാണെങ്കിൽ നീ കർത്താവിന്റെ ആത്മാവിനോട് നീ അവിടെ നിന്ന് വിഘടിച്ച് നിൽക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് അതല്ല പറയുന്നത്. സർവത്രേക്കാളും ശ്രേഷ്ഠതയുള്ള ഓർമ്മ നിന്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. ഈ ഭൂമിയിൽ ആർക്ക് സമ്പാദിക്കാൻ കഴിയാത്തേക്കാൾ ഒരു വലിയ നന്മ ദൈവം നിന്റെ ഉള്ളിൽ പകർന്നിട്ടുണ്ട്. ഒരു മനുഷ്യനും തരാൻ കഴിയാത്ത ഒരു നന്മ നിന്റെ ഉള്ളിൽ ദൈവം തന്നിട്ടുണ്ട്. ഭൂമിയിലുള്ള ഒരു അപ്പനോ അമ്മയ്ക്കോ തരാൻ കഴിയാത്ത ഓർമ്മ ദൈവം നിന്റെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അതെന്തിനാ ദൈവം നിനക്ക് തന്നെന്നറിയാമോ? നിന്നെ സൃഷ്ടിച്ച ദൈവം ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ്. ദൈവത്തിന് വേറെ ഒന്നും നിന്റെ കയ്യിൽ നിന്ന് ദൈവം ചോദിക്കുന്നില്ല. നിന്നെ സൃഷ്ടിച്ച ദൈവം ആരാണെന്ന് നീ തിരിച്ചറിയുന്നേക്കാളും വലിയ വെളിപ്പാട് വേറെ ഈ ഭൂമിയിൽ വേറെ ഒന്നുമില്ല. നീ എത്ര പ്രാർത്ഥിച്ചാലും, നീ എത്ര ആരാധിച്ചാലും, നീ എത്ര ഉപവസിച്ചാലും, നീ എത്ര ശുശ്രൂഷ ചെയ്താലും, നീ എത്ര രോഗസൗഖ്യമാക്കിയാലും, നീ എത്ര ഭൂതങ്ങളെ പുറത്താക്കിയാലും
നിന്റെ സൃഷ്ടിതാവ് ആരാണെന്ന് നിനക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ ജീവിതം വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞത്, നീ ലോകമെല്ലാം സമ്പാദിച്ചാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ നിനക്ക് എന്ത് ലാഭം? അപ്പോൾ കർത്താവിന്റെ ദൃഷ്ടിയിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലാഭം എന്ന് പറയുന്നത്, ശ്രേഷ്ഠത എന്ന് പറയുന്നത് നിന്റെ ഉള്ളിൽ തന്നിരിക്കുന്ന ആത്മാവാണ്. അത് അവരുടെ ആത്മാവാണ്. അത് സാധാരണ ആത്മാവല്ല. അത് ഭൂമിയിൽ ദൈവം തന്റെ സങ്കല്പത്തെ നിവർത്തിക്കാൻ വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ആ ദൈവത്തിന്റെ മനസ്സിന്റെ ചിന്തകളെ ഭൂമിയില് പ്രാക്ടിക്കൽ ആക്കുവാൻ വേണ്ടി കർത്താവായ ദൈവം ഒരു കാര്യം ചെയ്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ രൂപത്തിലെ സാദൃശ്യത്തിലുള്ള ഒരു മനുഷ്യന്റെ രൂപം അങ്ങോട്ട് തന്റെ കണ്ണുകൾ കൊണ്ടുണ്ടാക്കി. എന്നാൽ ദൈവത്തിന്റെ ആ രൂപ മനുഷ്യന്റെ ചിന്ത, ദൈവത്തിന്റെ ചിന്തയിലുള്ള മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവനെ അങ്ങനെ എഴുന്നേൽപ്പിച്ചില്ല. ദൈവം അങ്ങനെ എഴുന്നേൽപ്പിച്ചില്ല. എന്തേലും തേർന്ന് എഴുന്നേൽത്ത എന്നാൽ ദൈവം അങ്ങനെ എഴുന്നേൽപ്പിച്ചില്ല. ദൈവം അവന്റെ മൂക്കിലേക്ക് ശ്വാസം ഊതി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ജീവൻ വരാൻ വേണ്ടി ആ ദൈവ ശ്വാസം ഊതി? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? മനുഷ്യന്റെ മൂക്കിൽ ദൈവ ശ്വാസം ഊതി അവൻ ജീവിക്കുവാനായിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള സകല മൃഗങ്ങളുടെയും മൂക്കിൽ ദൈവവേദനമായിരുന്നു. എന്നാൽ ഒരു മൃഗത്തിന്റെയും ഒരു മത്സ്യത്തിന്റെയും ഒരു പക്ഷിയുടെയും മൂക്കിൽ യഹോവയായ ദൈവ ശ്വാസം ഊതിയില്ല. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പ്രാണി, ഒരു മൃഗം ജീവിക്കണമെങ്കിൽ അവന്റെ മൂക്കിൽ ഊതേണ്ട ആവശ്യമില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിക്കോളാം. ശ്വാസോച്ഛ്വാസം നടക്കട്ടെ എന്ന് യഹോവ പറയാൻ നടക്കും. ಉಸಿರಾಟ ಉಂಟಾಗಲಿ ಅಂತ ಹೇಳುವಾಗ ಉಸಿರಾಟ ಉಂಟಾಗ್ತದೆ. ಆದ್ರೆ ಯೆಹೋವನಾದ ದೇವರು ಮನುಷ್ಯನ ವಿಷಯದಲ್ಲಿ ಹಾಗೆ ಮಾಡಲಿಲ್ಲ. ಮಾನವನ ರೂಪವನ್ನ ತನ್ನ ಕಣ್ಣುಗಳ ಮಹಿಮೆಯಿಂದ ರೂಪಿಸಿದ ನಂತರವಾಗಿ ಅವನ ಮೂಗೊಳಗಡೆ ಶ್ವಾಸವನ್ನು ಊದಿಕೊಂಡು ಅವನನ್ನ ಜೀವವುಳ್ಳ ಮನುಷ್ಯನಾಗಿ ಎಬ್ಬಿಸಲಿಸಿದನು. അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. അതാണ് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒഴുത്തും. അതാണ് നിന്റെ ജീവിതത്തിൽ പ്രാപിക്കാൻ കഴിയുന്നതിനേക്കാളും ഏറ്റവും ഉന്നതമായ നന്മ എന്ന് പറയുന്നത്. ಆ ಮಾನ್ಯತೆ ಏನು ಗೊತ್ತಾ? ಆ ಶ್ರೇಷ್ಠತೆ ಏನು ಗೊತ್ತಾ? ಆತನ ಹೃದಯದೊಳಗೆ ಗೊತ್ತಾ? ಸಕಲ ಭಾವಗಳನ್ನ, ಆಸೆ ಬಯಕೆಗಳನ್ನ ಆತನ ನಿನ್ನ ಹೊರಗಡೆ ತುಂಬಿಸಿರುವುದೇ ನಿನಗೆ ಲಭ್ಯವಾಗಿರುವಂತ ಅತ್ಯಂತ ಶ್ರೇಷ್ಠವಾದ ಮೇಲು ಎಂಬುದು. ಅದಕ್ಕಿಂತ ದೊಡ್ಡ ಮೇಲು ಬೇರೆ ಯಾವುದೂ ಇಲ್ಲ. ಅಷ್ಟು ದೊಡ್ಡ ಮೇಲನ್ನು ಇಟ್ಟುಕೊಂಡು ಸ್ವಲ್ಪ ಮದುವೆ ಆಗಿಲ್ಲ, ತಡ ಆಗ್ತಾ ಇದೆ, ಮದುವೆ ನಡೆಸಿಕೊಡು ಸ್ವಾಮಿ, ಮದುವೆ ಆಗಿ 4 ವರ್ಷ ಆಯ್ತು, ಮಕ್ಕಳಿಲ್ಲ, ಯಾಕೋ ಹೊಟ್ಟೆ ಒಂದು ತರ ಆಯ್ತಾ ಇದೆ, ಏನಾದ್ರೂ ಮಾಡಪ್ಪ, നീ ഇതൊന്നിനു വേണ്ടി കരയാനല്ല നിന്നെ ദൈവം വിളിച്ചത്. നിന്റെ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് വിവാഹത്തിന്റെ കാര്യം യഹോവ തീരുമാനിച്ചിട്ടുണ്ട്. നീ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തോട്ടം ദൈവം നിനക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് പാർപ്പിടം യഹോവ കണ്ടുവച്ചിട്ടുണ്ട്. നീ ജനിക്കുന്നതിന് മുമ്പ് നിന്റെ ഭർത്താവിന് വേണ്ടിയുള്ള വ്യക്തി ആമെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. നീ അതിനുവേണ്ടി കരയണ്ട. പക്ഷെ നീ പ്രാർത്ഥിക്കേണ്ടത്, ദൈവം എനിക്ക് നിയമിച്ചിരിക്കുന്ന എന്റെ ജീവിത പങ്കാളി മാത്രമേ എന്റെ കണ്ണിന് മുമ്പിൽ പെടാവുള്ളൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കാരണം ലോകത്തിൽ ഒത്തിരി എന്താ പറയേണ്ടത്, മലയാളത്തിൽ പറഞ്ഞത്, ജീവിത പങ്കാളികൾ ലോകത്തിൽ ഒത്തിരി ഉണ്ട്. പക്ഷെ നിനക്ക് സൂട്ടാകുന്നത് അതിൽ ഒന്നും കാണത്തില്ല.
നിനക്ക് ദൈവം സൂട്ടായിട്ട് ഒരു വ്യക്തിയെ ദൈവം വെച്ചിട്ടുണ്ട്. അത് നിന്റെ കണ്ണിന് മുമ്പിൽ വെളിപ്പെടാൻ വേണ്ടി നീ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് വിദ്യാഭ്യാസം തരണമേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കല്ല. ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. ലോകത്തിൽ 10,000 കോഴ്സുകൾ ഇന്ന് പഠിക്കാൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഏത് ടോപ്പിക് എടുത്താലും ഏത് വേണമെങ്കിലും പഠിക്കാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇന്ന് ഭൂമിയിലുണ്ട്. പക്ഷെ എല്ലാം നിനക്ക് ആപ്ലിക്കേബിൾ ആകത്തില്ല. എല്ലാ കോഴ്സുകളും നിനക്ക് ആപ്ലിക്കേബിൾ ആകത്തില്ല. യഹോവ നിനക്ക് വേണ്ടി ഒരു കോഴ്സ് വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരു സബ്ജക്ട് വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരു കോളേജ് വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരു കുടുംബത്തെ വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരു സഭ വെച്ചിട്ടുണ്ട്. ദൈവം നിനക്ക് വേണ്ടി ഒരു ദൈവദാസനെ വെച്ചിട്ടുണ്ട്. അതെന്റെ കണ്ണിൽ വെളിപ്പെടുവാൻ വേണ്ടി നീ പ്രവർത്തിക്കണം. അന്നേരമാണ് നീ ആത്മീയനാകുന്നത്. അന്നേരമാണ് നീ കർത്താവിന്റെ ഭക്തനാകുന്നത്. അന്നേരമാണ് നീ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ മാത്രമേ നിനക്ക് ദൈവത്തിൽ സന്തോഷിക്കാൻ കഴിയത്തുള്ളൂ. തൽക്കാലം ദൈവത്തിന്റെ മുമ്പാകെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് അവനെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വലിയ കാര്യങ്ങൾ തൽക്കാലം നമുക്ക് വേണ്ടി ചെയ്യും. ആന്റി, നമുക്ക് മുമ്പോട്ടിരിക്കാമോ? എന്നോട് ചേരട്ടെ. ഓക്കെ 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 ഫ്രീ ആയിട്ട് വിട്ടേരാ. ആന്റി ഭയങ്കര പാവത്താൻ പിടിച്ച ആളാ, അങ്ങനെ ഉണ്ട്. ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ 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 എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. എന്റെ കൂടെ ഇല്ലാത്തവർ മാത്രം ആമേൻ പറ. എന്റെ കൂടെ വരുത്തില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രം ആമേൻ പറ. എന്ത് പറഞ്ഞാലും പാസ് എന്ത് പ്രസംഗിച്ചാലും ഞാൻ കൂടെ വരുമെന്ന് ധൈര്യമുള്ളവർ മാത്രം ആമേൻ പറ. വായി വരുന്ന പറയുന്നല്ല പറഞ്ഞത്. ವಾಯು ಬಂದಾಗ ಹೇಳುದಲ್ಲ ಅಂತ ಅದಲ್ಲ ಹೇಳಿದ್ದು. ಆತ್ಮ ಪ್ರೇರಣೆ ಮಾಡಿ ಏನು ಮಾತಾಡಿದ್ರು ಕೂಡ ನಮ್ಮ ಸೇವಕರೊಟ್ಟಿಗೆ ನಾವು ಇರ್ತೇನೆ ಅಂತ ಹೇಳುವರು ಮಾತ್ರ ಒಂದು ಆಮೇನ್ ಹೇಳ್ರಿ. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. നമുക്ക് ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എരിവുണ്ടാകണം. യഹോവയുടെ ആലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു എരിവുണ്ടാകണം. കാരണം ഇന്ന് ലോകത്തിൽ ആലയങ്ങൾ ഒത്തിരിയുണ്ട്. ആരാധന ഒത്തിരിയുണ്ട്. ദൈവദാസന്മാർ ഒത്തിരിയുണ്ട്. ദൈവമക്കൾ ഒത്തിരിയുണ്ട്. പക്ഷെ നിന്റെ ഉള്ളില് ദൈവത്തിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ ഒരു എരിവുണ്ടെങ്കിൽ കർത്താവിന്റെ അവയെ ഏൽപ്പിച്ച സ്ഥലത്ത് തന്നെ നീ ദൈവത്തെ ആരാധിക്കുന്നുണ്ട് എന്ന് ഉറപ്പാവുന്നുണ്ട്. നീ ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. നീ കോളേജിൽ ചെന്ന് കയറുമ്പോ തന്നെ നിന്റെ മനസ്സിന് കംഫർട്ട് ആവുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, യഹോവയാണ് എനിക്ക് ഈ കോളേജ് തിരഞ്ഞെടുത്ത് വന്നത്. നിനക്കൊരു ജോലി കിട്ടി. നിനക്ക് ആ ജോലി സ്ഥലത്തേക്ക് നീ കയറി ചെല്ലുമ്പോ തന്നെ നിന്റെ മനസ്സിനകത്തുള്ള ആശ്വാസം കാണുകയാണെങ്കിൽ നീ അപ്പോഴെ മനസ്സിലാക്കുന്നത് യഹോവയുടെ പ്ലാൻ ആണെന്നുള്ളത്. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് കയറ്റി പറയട്ടെ. നീ കല്യാണം കഴിച്ച് നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ, നീ ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നിന്റെ മനസ്സിനൊരു കുളിർമ കിട്ടുകയാണെങ്കിൽ മനസ്സിലാക്കണം നിന്റെ തെരഞ്ഞെടുപ്പ് കറക്റ്റ് ആയിരുന്നു. അല്ല, നിനക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ നിന്റെ തലയിൽ ഇടുത്തി വീണത് തോന്നുവാണെങ്കിൽ നിനക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റിയെന്നുള്ളത് തിരിച്ചറിയണം. പിന്നെ മിസ്റ്റേക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചറിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ വേറൊരു ഓപ്ഷൻ നമുക്ക് കിടപ്പില്ല. പിന്നെ ജീവിതകാലം മുഴുവൻ നീ കുറിച്ച് നോക്കണം. അതുകൊണ്ടാണ് വിവാഹത്തിന് മുമ്പ് കുഞ്ഞുങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത്, നീ യഹോവയുടെ മുമ്പാകെ പ്രാർത്ഥിക്കാൻ ഒരു തീരുമാനം എടുക്കരുത്. നിന്നെ വിളിക്കാനും ക്ഷണിക്കാനും ഒത്തിരി പേര് കാണും. നിന്നെ വിളിക്കാനും ക്ഷണിക്കാനും കൈ കാണിക്കാനും കാല് കാണിക്കാനും കണ്ണ് കാണിക്കാനും ഒത്തിരി പേര് കാണും.
പക്ഷെ നീ സ്പെഷ്യൽ ആണെന്നുള്ള മനസ്സിലാക്കണം. നിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെന്ന് മനസ്സിലാക്കണം. നിനക്കൊരു ദൗത്യമുണ്ടെന്ന് മനസ്സിലാക്കണം. അങ്ങനെയാണെങ്കിൽ നിന്നെ ആരും പരാജയപ്പെടുത്തത്തില്ല. ആരെല്ലാം നിന്ന് കൈയും കാലം കാണിച്ചാലും നീ വീണ് പോകത്തില്ല. കാരണം നിനക്ക് ആലോചന പറഞ്ഞു തരുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കൂടെ ഉണ്ട്. കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. കർത്താവിനെ നമുക്ക് സ്നേഹിക്കാം. എങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നത്? അവൻ പറയുന്ന അനുസരിച്ച് നടക്കുമ്പോൾ കർത്താവിനെ സ്നേഹിക്കാം. അവന് നമ്മളെ സ്നേഹിക്കാൻ ഒത്തിരി താല്പര്യമുണ്ട്. നീ ഒട്ടും കർത്താവിന്റെ സ്നേഹത്തിന് മാറിപ്പോകരുത്. ഒത്തിരി കാര്യങ്ങൾ പറയാൻ മനസ്സിൽ വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷ സ്പെഷ്യൽ ആയതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. നമ്മൾ കർത്താവിനെ ആരാധിച്ചു. നമ്മൾ ഈ കർത്താവിന്റെ തിരുമേശയുടെ മുമ്പിലേക്ക് വരും. നമ്മുടെ കർത്താവിന്റെ ശ്രേഷ്ഠരായ കർത്താവിന്റെ വൃത്യന്മാർ നമ്മളോട് കൂടെ ഉണ്ട്. അവര് നമ്മളുടെ ദൈവത്തിന്റെ ആലോചന അറിയിക്കും. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അത് ഉടനെ തന്നെ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്ലാൻ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ദൈവം ചെയ്ത ഒരു ഉപകാരത്തിന്റെ ആ മെസ്സൂദനായിട്ട് കർത്താവിനെ നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടി സ്തോത്ര പ്രാർത്ഥന നമ്മൾ ഇപ്പൊ തന്നെ അതിന്റെ കൂടെ തന്നെ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ നടത്തും. കർത്താവിനെ സ്നേഹിക്കുന്നതിന്റെ രണ്ടാമത്തെ അടയാളമാണ് ദൈവം എന്തെങ്കിലും നന്മ ചെയ്താൽ കർത്താവിന്റെ സന്നിധിയിൽ സ്തോത്രം പറയുക എന്നുള്ളത്. ആ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യക്കാരെ ഭയങ്കര മോശമാണ്. ഫോറിൻകാരെ കണ്ടുപിടിക്കണം. അവര് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും താങ്ക്സ് പറയും. നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ടല്ല മുഖത്ത് കയറി ഇരുന്നാൽ പോലും നമ്മൾ താങ്ക്സ് പറയത്തില്ല. അവർ നമ്മളെ ചുവന്നോണ്ട് നടക്കുകയാണ്. അവരവിടെ കൊണ്ട് ഇറക്കി വിട്ട് അവരുടെ കൾച്ചർ അനുസരിച്ച് അവർ പ്രതീക്ഷിക്കുന്ന ഒരു താങ്ക്സ് പറയുന്ന നമ്മൾ പറഞ്ഞില്ല. അപ്പൊ അവൻ മുഖത്തേക്ക് നോക്കി. അന്നേരെങ്കിലും അവൻ പ്രതീക്ഷിച്ച ഒരു താങ്ക്സ് പറയാതിരിക്കുന്ന. അന്നേരം താങ്ക്സ് പറഞ്ഞില്ല. അപ്പൊ വെള്ളക്കാരൊരു കാര്യം മനസ്സിലായി. ചുമക്കാൻ പോയത് എന്റെ തെറ്റായി പോയെന്ന്. ഇപ്പൊ മനസ്സിലായ രാമൻ പറഞ്ഞു. തമ്പുരാൻ നമ്മളെ കുറിച്ച് ഇങ്ങനെ പറയുമോ? നമ്മൾ ഈ വർഷത്തിന്റെ 7 മാസങ്ങൾ ചുമന്ന് 8ാമത്തെ മാസത്തിന്റെ 2ാം തീയതി ഇതിന്റെ അകത്ത് കൊണ്ട് ദൈവം ഇറക്കി വെച്ചപ്പോൾ നിനക്ക് കർത്താവ് നിന്റെ മുഖത്തേക്ക് നോക്കുക. എന്തെങ്കിലും ഒരു നന്ദി വാക്ക് നിന്റെ വായിൽ നിന്ന് വരുന്നുണ്ടോ? ಈ ವರ್ಷದ 7 ತಿಂಗಳು ದೇವರು ನಮ್ಮ ನಡೆಸಿ 8ನೇ ತಿಂಗಳು 2ನೇ ತಾರೀಕು ಆದ ಇವಾಗ ನಮ್ಮನ್ನು ಮುಂದುಕೊಂಡು ನಡೆಯುತ್ತಿದ್ದಾರೆ. ಅದನ್ನು ನಮ್ಮ ಮುಖವನ್ನು ನೋಡಿದರೆ ಈಗ ಅದನ್ನು ಸೂಚನೆಗಳನ್ನು ಸಹಿಸಲಾರೆ. ഒരു താങ്ക്സ് പറയുന്നുണ്ടോ? കർത്താവ് നമ്മുടെ മുഖത്തേക്ക് നോക്കുക. നമുക്ക് മൈൻഡ് ഇല്ല, നമുക്ക് ക്യാറില്ല. പക്ഷെ മനുഷ്യൻ ചിന്തിച്ചു പോലെ യഹോവ ചിന്തിക്കത്തില്ല. ഇവനെ ചുവന്നുകൊണ്ട് നടന്നത് എന്റെ തെറ്റായി പോയെന്ന് കർത്താവ് ഒരു കാലത്തും പറയത്തില്ല. കാരണം അവൻ നമ്മളെ ചുമക്കാൻ ബാധ്യസ്ഥനാകും. കാരണം അവൻ നമ്മുടെ സൃഷ്ടിതാവാണ്. അവന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് നീ ആമേ നന്ദി പറഞ്ഞാലും പറഞ്ഞില്ലേലും കർത്താവ് നിന്നെ ചുമന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നന്ദി പറയുകയാണെങ്കിൽ യഹോവയുടെ ചുമട് നിന്റെ അവൻ നിന്നെ ചുമക്കുമ്പോൾ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ഇപ്പൊ നീ നന്ദി പറയുന്നതിന് വെച്ചോ, ദൈവം നിന്നെ ചുമലിന് താഴെ ഇറക്കി വെക്കത്തില്ല. പക്ഷെ എന്താ പറ്റുന്നറിയാമോ? ഹാസന് ബാംഗ്ലൂരിലുള്ള റോഡ് നിങ്ങൾക്കറിയാം. ഹാസന് ബാംഗ്ലൂരിലേക്കുള്ള റോഡ് നിങ്ങൾക്കറിയാം. നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അവിടുന്ന് അങ്ങ് വണ്ടി 5th ക്യാരറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്നിട്ട് നിർത്താവുള്ളൂ. അത് നന്ദി പറയുന്നവർക്കുള്ള റോഡാ. അപ്പൊ നീ നന്ദി പറഞ്ഞാൽ യഹോവയായ ദൈവം എന്ത് ചെയ്യും അറിയോ? നിന്നെ തോളെ കയറ്റിയിരുത്തിയിട്ട് ബാംഗ്ലൂർ ഹാസൻ റോഡിൽ കൂടെ യാത്ര ചെയ്യും. ശകലം പോലും ചലിക്കത്തില്ല. നീ നന്ദി പറഞ്ഞില്ലെങ്കിൽ യഹോവയായ ദൈവം നിന്നെ മുഖത്ത് കയറ്റി എടുത്തിട്ട് നമ്മുടെ ഇവിടുന്ന് ആലുഭാഗിലുള്ള റോഡിൽ കൂടെ പോകും.
ആലുപാത റോഡ് അറിയുന്നത് അറിയുന്നത് കൈവയ്ക്കാൻ കുണ്ടും കുഴിയാ കുഴി ചെന്ന് ദൈവം ഇങ്ങനെ ചാടുമ്പോൾ ദൈവത്തിനൊന്നും സംഭവിക്കത്തില്ല. നിനക്ക് ശകല അൺകംഫർട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങും. ബുദ്ധിമുട്ട് തോന്നുന്നു നിനക്ക്. ഗട്ടറുള്ള വഴിയിൽ കൂടെ വണ്ടി യാത്ര ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് കിടന്നാൽ ഉറക്കം വരുമോ? ശരീരം ഇടിച്ച് ചതച്ചോടെ വേദനയായിരിക്കും. അതേ വണ്ടി കൊണ്ട് വണ്ടിയിലാണ് പോയത്. അതേ വണ്ടി തന്നെ നമ്മൾ ഹാസൻ റോഡിൽ കൂടെ പോയി. നമുക്ക് ഒരു ക്ഷീണമില്ല. അതേ വണ്ടി കൊണ്ട് ആലുപാത റോഡ് പോയി. ಅದೇ ವಾಹನದಲ್ಲಿ ಆಳುಗಾಡು ರೋಡಿಗೆ ಹೋದೋ. ಆದ್ರೆ ಆ ರೋಡಲ್ಲಿ ಹೋದಾಗ ಗಟ್ಟಲ್ಲಿ ಬಿದ್ದು ಬಿದ್ದು ಮೈಯೆಲ್ಲ ಕೊಡವೆ ಮನೆಗೆ ಬಂದು ನೋಡಿದ್ರೆ ಎದ್ದು ಕೂತ್ಕೊಳ್ಳಕ್ಕಾಗ್ತಿಲ್ಲ. ಬಿದ್ರೆ ಸಾಕಪ್ಪ ಅಂತ ಆಯ್ತು. ಗಾಡಿ ಎರಡು ಒಂದೇಯಾ? ಅರ್ಥ ಆದ ರಾಮಿನಲ್ಲಿ ಗಾಡಿ ಎರಡು ಒಂದೇಯಾ? ಪ್ರಯಾಣದ ಮಾರ್ಗ ಚೇಂಜ್ ಆಯ್ತು. ನಿನ್ನನ್ನು ಹೊರುವವನು ನೀನು ಕೃತಜ್ಞತೆ ಹೇಳಿದ್ರು ಹೊರುವವನು ದೇವರೇ, ಕೃತಜ್ಞತೆ ಹೇಳದಿದ್ರು ನಿನ್ನನ್ನು ಹೊರುವವನು ದೇವರೇ. ಆದರೆ ನಿನ್ನ ಪ್ರಯಾಣದಲ್ಲಿ ನಿನಗೆ ಯಾವ ಕಾರಣಕ್ಕೂ ಕೂಡ ಒಂದು ಸಂತೃಪ್ತಿ, ಒಂದು ಕಂಫರ್ಟ್, ಒಂದು ಆಶ್ವಾಸ, ಒಂದು ಸಮಾಧಾನ, ಒಂದು ವಿಶ್ರಾಂತಿ ಅನುಭವ ಆಗಬೇಕಾದ್ರೆ ನಿನ್ನ ಜೀವನದ ಉದ್ದಕ್ಕೂ ಆತನು ಮಾಡಿದ ಎಲ್ಲ ಉಪಕಾರಗಳಿಗೂ ಕೂಡ ಆತನಿಗೆ ಕೃತಜ್ಞತೆ ಇರುವರಾಗಬೇಕು. ಕೃತಜ್ಞತೆ ಹೇಳಲ್ಲ ಅಂತ ನೀನು ಹಠ ಮಾಡಿ ಕೂತ್ಕೊಂಡ್ರೆ ದೇವರು ನನ್ನ ಕರ್ಕೊಂಡು ಹೋಗ್ತಾ ಇರ್ತಾರೆ. ಅಲ್ಲಿ ಇಲ್ಲಿ ಎಲ್ಲ ಏನೇನು ಆಗ್ತಾ ಇದ್ದಾವೆ, ಇರಿಸು ಮುರಿಸು ಅರಸು ಮುರಿಸು ಏನು ಮಾಡಿದ್ರು ಕೂಡ ಒಂದು ಕಂಫರ್ಟ್ ಆಗಲ್ಲ. ಆಗ ನೀನು ತಿಳ್ಕೊಳ್ಬೇಕು, ದೇವರಿಗೆ ಕೃತಜ್ಞತೆ ಹೇಳುವುದರಲ್ಲಿ ನಾನು ಮರೆತು ಬಿಟ್ಟಿದ್ದೀನಿ. ಜೀವದ ಅಸ್ವಸ್ಥೋಡು ಕೂಡಿದ ಬಾಲ್ಕಾಲದಿಂದ ಕೇಕ ನನಗಿದ ಜೀವನದಲ್ಲಿ ಬೇಸತ್ತು ಇವತ್ತು ಇದರೊಳಗಡೆ ದೇವರ ಶಬ್ದ ಕೇಳ್ತಾ ಇರೋದಾದ್ರೆ ಇವತ್ತು ನಿನ್ನೊಟ್ಟಿಗೆ ದೇವರು ಮಾತಾಡ್ತಾ ಇರೋದು. ನಿನ್ನ ಜೀವನದ ಬೇಸರಕ್ಕೆ ಕಾರಣ ನಿನ್ನನ್ನು ಸೃಷ್ಟಿ ಮಾಡಿದ ದೇವರಲ್ಲ, ನೀನು ಆತನೊಂದಿಗೆ ನಡ್ಕೊಂಡ ರೀತಿ ಸರಿಯಾಗಿಲ್ಲ. ನೀನು ಆತನೊಂದಿಗೆ ನಡೆದ ರೀತಿ ಸರಿಯಾಗಿಲ್ಲ. ನೀನು ಆತನನ್ನು ಅರ್ಥ ಮಾಡಿಕೊಂಡ ರೀತಿ ಸರಿಯಾಗಿಲ್ಲ. ಆತನ ಹೃದಯದ ಸಂಕಲ್ಪಗಳನ್ನ ನೀನು ಅರ್ಥ ಮಾಡಿಕೊಳ್ಳಿಲ್ಲ. ಆತನು ನಿನ್ನನ್ನು ಸುಂದರವಾಗಿ ನಡೆಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾನೆ. ಆತನು ನಿನ್ನನ್ನು ಸಂತೋಷವಾಗಿ ನಡೆಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾನೆ. ಆತನು ನಿನ್ನ ಆರೋಗ್ಯದಲ್ಲಿ ನಡೆಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾನೆ. ಆತನು ನಿನ್ನ ಸಂತೃಪ್ತಿಯಲ್ಲಿ ನಡೆಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾನೆ. ಆತನು ಯಾವಾಗಲೂ ನಿನ್ನನ್ನು ವಿಶ್ರಾಂತಿಯಲ್ಲಿ ನಡೆಸಲಿಕ್ಕೆ ಬಯಸ್ತಾ ಇದ್ದಾನೆ. കഴിയാതെ പോയതിന്റെ കാരണം ദൈവമല്ല, നീ ഒറ്റ വ്യക്തിയോ തന്നെയാണ്. കർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ പഠിക്കാം. കർത്തനാമത്തെ എല്ലാവർക്കും വന്ദനം ചെയ്യുന്നു. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ ടി എസ് മാത്യൂസും ആന്റിക്കുമായി ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. എന്റെ ജീവിതത്തില് ഒത്തിരി സുഹൃത്തുക്കളില്ലാത്തൊരു മനുഷ്യനാണ് ഞാൻ. അതുപോലത്തെ സ്വഭാവമുള്ള ആളാണ് ഈ ടി എസ് മാത്യൂസ് പാസ്റ്റർ. എന്നാൽ ഞങ്ങൾക്ക് ചുരുക്കം പേർക്ക് ഉള്ള ചില സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ 2005 മുതൽ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഒറ്റ വാക്കി പറഞ്ഞാൽ 21 വർഷത്തെ സുഹൃത്തുക്കളാണ്. ഹല്ലേലൂയ. 21 വർഷത്തെ സുഹൃത്ത് ബന്ധത്തിന്റെ ഇടയ്ക്ക് ഞങ്ങള് ഒത്തിരി പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ തമ്മിൽ കാണാറില്ല. പക്ഷെ എപ്പോഴും ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. എന്റെ പെന്തക്കോസ്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ നല്ലൊരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനായിട്ട് ഞങ്ങൾ കണ്ടുമുട്ടിയ കാലം തൊട്ട് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ಮಲಯಾಳ മനസ്സിലായില്ല? ಓಕೆ. ಇಂಡಿಯನ್ ಪೆಂತಕೋಸ್ಟಲ್ ಚರ್ಚ್ ಆಫ್ ಗಾಡ್ ಸಭೆಯ ಒಂದು ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಸೇವಕರಾಗಿ ಸೇವೆ ಮಾಡುತ್ತಾ ನಾನು ಅವರನ್ನು ಭೇಟಿಯಾದ ಕಾಲದಿಂದ ಇವತ್ತಿನವರೆಗೂ ಕೂಡ ಆ ಸಂಸ್ಥೆಯಲ್ಲಿ ಶ್ರೇಷ್ಠವಾದ ಸೇವೆಯನ್ನು ಮಾಡುವಂತ ಒಂದು ಸೇವಕರಾಗಿ ನಾನು ಅವರನ್ನ ಗುರುತಿಸಿಕೊಂಡಿದ್ದೇನೆ. ಈಗ ಅವರು ಮಾಡಿದಂತ ಸೇವೆಗೆ ಅವರನ್ನ ದೇವರು ಸನ್ಮಾನಿಸಿಕೊಂಡು ಚಿಕ್ಕಮಗಳೂರು ಪ್ರಾಂತ್ಯದ ಸೆಂಟ್ರಲ್ ಪಾಸ್ಟರ್ ಆಗಿ ಅವರನ್ನ ಸಭೆಯು ಅವರನ್ನ ಅಂಗೀಕಾರ ಮಾಡಿದ್ದಾರೆ. ನಮ್ಮ ಪಕ್ಕದ ಜಿಲ್ಲೆ ಆಗಿರುವಂತ ಚಿಕ್ಕಮಗಳೂರು ಜಿಲ್ಲೆಗೆ ಅವರನ್ನ ಸೆಂಟ್ರಲ್ ಪಾಸ್ಟರ್ ಆಗಿ ಅವರನ್ನ ಸಂಸ್ಥೆ ನೇಮಕ ಮಾಡಿದ್ದಾರೆ. ಅದು ನಮಗೆ ಇನ್ನೂ ಅವರನ್ನ ಹತ್ತಿರ ಮಾಡುವುದಕ್ಕೆ ಬೇಕಾಗಿ ದೇವರ ಅವಕಾಶ ಮಾಡಿಕೊಟ್ಟಿದ್ದಾರೆ. പുതിയ ശുശ്രൂഷ ദൈവത്തിന് നൽകിയത് അനുഗ്രഹമായി മാറട്ടെ എന്ന്
ഞങ്ങൾ ആശംസിക്കുകയാണ്. ಹೊಸ ಸೇವೆಯನ್ನು ದೇವರು ಕೊಟ್ಟಿದ್ದು ನಿಮಗೆ ಆಶೀರ್ವಾದವಾಗಲಿ ಎಂಬುದಾಗಿ ನಾನು ಹಾರೈಸ್ತಾ ಇದ್ದೇನೆ. ഞങ്ങളോട് സ്നേഹം തോന്നി ഞങ്ങളുടെ വാക്കിനെ മാനിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് ഇന്ന് പകൽക്കാല കുടുംബമായിട്ട് ഉള്ളത് ഞങ്ങൾ ഏറ്റവും അനുഗ്രഹമായിട്ട് കാണുകയും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി പറയുകയും ചെയ്യുന്നു. ನಾವು ಕರೆದ ಆಹ್ವಾನವನ್ನು ನೀವು ಸ್ವೀಕರಿಸಿ ಪ್ರೀತಿಯಿಂದ ನೀವು ಇದು ಕೂಡಿ ಕುಟುಂಬವಾಗಿ ಕೂಡಿ ಬಂದಿರೋದನ್ನ ನಾವು ತುಂಬಾ ನಮ್ಮ ಹೃದಯದಿಂದ ನಾವು ಧನ್ಯವಾದಗಳನ್ನು ತಿಳಿಸ್ತೇವೆ. പുത്തൂര് പാർക്കുന്ന കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അനിയൻ കുഞ്ഞു പാസ് നമ്മുടെ കൂടെ ഉണ്ട്. ಪುತ್ತೂರಿನಲ್ಲಿ ವಾಸ ಮಾಡುತ್ತಿರುವಂತ ಪ್ರಿಯ ಅನಿಲ್ ಕುಂಜನ್ ಸೇವಕರು ಕೂಡ ನಮ್ಮ ಸಂಘ ಇದ್ದಾರೆ. ദേവദാസൻ നമ്മുടെ സഭയ്ക്ക് വളരെ പരിചയമുള്ള ആളാണ്. ಎಲ್ಲ ಸೇವಕರು ನಮ್ಮ ಆಲಯಕ್ಕೆ ತುಂಬಾ ಪರಿಚಯವಿರುವಂತ ಸೇವಕರು. ഇന്ന് വരാൻ ഒരിക്കലും ഒറ്റ അവസരം യോഗ്യമല്ലായിരുന്നു. പക്ഷേ കൂടെ വന്ന് ഞങ്ങളോട് കൂടെ കർത്താവിനെ ആരാധിക്കാൻ വന്നു. ಬರ್ಲಿಕ್ಕೆ ಸಂದರ್ಭ ಅನುಕೂಲವಾಗಿರಲಿಲ್ಲ, ಆದರೂ ಕೂಡ ನಮ್ಮ ಮಧ್ಯೆ ಇವತ್ತವರಾಗಿದ್ದಾರೆ. കർത്താവ് ദേവദാസനെ അനുഗ്രഹിക്കട്ടെ, ನಿಮ್ಮನ್ನು ಕೂಡ ದೇವರ ಆಶೀರ್ವಾದ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, ಕುಟುಂಬದ ಆಶೀರ್ವಾದ, ശുശ്രൂഷ ദൈവം അനുഗ്രഹിക്കട്ടെ. ಸೇವೆಯನ್ನು ಕೂಡ ದೇವರ ಆಶೀರ್ವಾದ. ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ 2005 മുതലുള്ള ഞങ്ങളുടെ ആത്മീയ കുഞ്ഞുങ്ങളും ആത്മീയ മാതാക്കളൊക്കെ ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കൂടെ ഉള്ളത് അത് ഞങ്ങൾക്കൊരു സന്തോഷം തന്നെയാണ്. 2005 ನಮ್ಮ ಮಕ್ಕಳು ಕೂಡ ನಮ್ಮ ಆತ್ಮೀಯರಾಗಿರುವಂತ ತಂದೆ ತಾಯಿಗಳು ಎಲ್ಲರೂ ಕೂಡ ಇಲ್ಲಿ ಬಂದು ಕೂತಿರುವುದು ನಮಗೆ ತುಂಬಾ ಸಂತೋಷವಿದೆ. ജയമച്ചി നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. ಜಯಮಚ್ಚಿ ನಮ್ಮ ಮಧ್ಯೆ ಇವತ್ತು ಬ್ಯಾಂಗ್ಳೂರಿನಿಂದ ಬಂದಿದ್ದಾರೆ. കർത്താവിനെ സ്നേഹിക്കാൻ അറിയുന്ന ഒരു നല്ലൊരു അമ്മച്ചിയാണ്. ಕರ್ತನನ್ನ ಪ್ರೀತಿ ಮಾಡಲಿಕ್ಕೆ ಗೊತ್ತಿರುವಂತ ಒಳ್ಳೆಯ ತಾಯಿಯಾಗಿದ್ದಾರೆ. ജിജോ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, നമ്മുടെ മോനാണ്. ಜಿಜೋ ನಮ್ಮ ಪ್ರಿಯ ಸ್ನೇಹಿತರಾಗಿದ್ದಾರೆ, ನಮ್ಮ ಒಳ್ಳೆಯ ಮಗನೂ ಕೂಡ ಆಗಿದ್ದಾರೆ. 2006 മുതൽ ഞങ്ങള് 2009 വരെ ഞങ്ങള് ഒരുമിച്ചാണ് ഞങ്ങളുടെ ജീവിതയാത്ര മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. 2006 ഒടുങ്ങിയായിരുന്നു നമ്മുടെ ജീവിതയാത്ര. അപ്പൊ എന്റെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തില് ജിജോയ്ക്ക് അവരുടെയൊക്കെ ആ സ്നേഹവും അവരുടെയൊക്കെ കരുതലൊക്കെ മറക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ വളരെ ഓർമ്മ വെച്ച് അവരെ വിളിച്ച് ഞങ്ങളുടെ സ്നേഹത്തിൽ പങ്കാളിയാകാൻ വേണ്ടി ക്ഷണിച്ചത്. ഞങ്ങള് ನಮ್ಮ ಮಕ್ಕಳ ಸಂಬಂಧದಲ್ಲಿ ಅವರು ಮಾಡಿರುವಂತ ಪ್ರೀತಿ, ಅವರು ಮಾಡಿರುವಂತ ಎಲ್ಲಾ ಕಾರ್ಯಗಳನ್ನು ನೆನೆಸಿಕೊಂಡಾಗಿ ಇದು ಹಗಲು ആ വാക്കിനെ മാനിച്ചതിന് ഞങ്ങൾ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. ಆ ಮಾತನ್ನು ಗೌರವಿಸಿದ ನಮ್ಮ ಹೃದಯದ ಭಾಷೆ ನಾನು ಕೃತಜ್ಞತೆಗಳನ್ನು ಸಲ್ಲಿಸ್ತೇನೆ. പിന്നെ ബസരാജ് ബ്രദർ ഫാമിലിയെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ಬಸವರಾಜ್ ಬ್ರದರ್ ಮತ್ತು ಅವರ ಕುಟುಂಬದ ಕುರಿತಾಗಿ ಹೇಳಬೇಕಾದ ಅವಶ್ಯಕತೆ ಇಲ್ಲ. കർത്താവിൽ ഞങ്ങളുടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവവൈതലാണ്. ಕರ್ತನಲ್ಲಿ ಶ್ರೇಷ್ಠವಾಗಿ ಆಶೀರ್ವದಿಸಲ್ಪಟ್ಟಂತ ಒಂದು ದೇವರ ಮಕ್ಕಳಾಗಿದ್ದಾರೆ. പൗലോസ് പറയുന്നത് പോലെ ആത്മീയതയിൽ എന്റെ നിജപുത്രൻ എന്നൊക്കെ പറയുന്നത് പോലെ അവളുടെ പുത്രനാണ്. ഞങ്ങൾ കർത്താവിന്റെ വേല ചെയ്യാൻ ചിക്കമാണർ പോയ കാലത്ത് ഞങ്ങളുടെ കൂടെ വന്ന് കർത്താവിനെ വിശ്വസിച്ച് സ്നാനപ്പെട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ അവിടുന്ന് പോരുന്നവരെ ഞങ്ങളുടെ കൂടെ ആരാധിച്ചു. ഇപ്പോഴും ആ സ്നേഹബന്ധത്തിൽ തുടർന്ന് നിൽക്കുന്നു. ಸೇವೆಗೆ ಹೊರಟು ಚಿಕ್ಕಬಳ್ಳಾಪುರ ಬಂದು ನಮ್ಮ ಸಂಘದವರು ಆರಾಧನೆಗೆ ಬಂದು ದೀಕ್ಷಾಸ್ನಾನ ತೆಗೆದುಕೊಂಡು ಅವತ್ತಿದ್ದರೆ ಇರುವಂತಹ ಆ ಸ್ನೇಹ ಬಂದು ಇಲ್ಲಿವರೆಗೂ ಕೂಡ ನಮ್ಮ ಸಂಘದವರು ಇಟ್ಕೊಂಡು കർത്താവിന്റെ നാമത്തിൽ ഞാൻ നന്ദി പ്രകാശിപ്പിക്കാം. ഞങ്ങളുടെ മധ്യത്തിൽ ഇന്ന് വരാൻ കഴിയാതെ ശരീരത്തിൽ ക്ലേശതയോടെ ഇരിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട് ബാംഗ്ലൂരില്. ನಮ್ಮ ಸಂಘದ ಇವತ್ತು ಬರ್ಲಿಕ್ಕೆ ಆಗದೆ ಶರೀರದಲ್ಲಿ ಅಸ್ವಸ್ಥರಾಗಿರುವಂತ ಒಂದು ತಾಯಿ ಕೂಡ ನಮ್ಮ ಸಂಘ ಇದ್ದಾರೆ, ബാംഗ്ലൂരിലിದ್ದಾರೆ. മുനിയമ്മ. ആ അമ്മച്ചിയുടെ സ്നേഹത്തിന്റെ വെളിപ്പെടുത്തൽ കാണിക്കാൻ വേണ്ടിയാണ് തന്റെ കൊച്ചുമോനായിരിക്കുന്ന കുമാരനെ തന്റെ ഭാര്യയും കുഞ്ഞിനെയും നമ്മളോട് കൂടെ ഇവിടെ ഈ കൂട്ടായ്മയിലേക്ക് അയച്ചിരിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ അമ്മച്ചിയെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അമ്മച്ചിയെ പുകഴ്ത്തുവാൻ പറ്റാത്തത് കൊണ്ടും ദൈവത്തെ പുകഴ്ത്തേണ്ടതുള്ളത് കൊണ്ടും ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. എന്റെ അമ്മ എന്നെ സ്നേഹിക്കുന്നേക്കാളും കൂടുതൽ ആ അമ്മച്ചി എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. എന്റെ വീട്ടിലെ അനേക മാസങ്ങളോളം എന്റെ കൂടെ പാർട്ടി എന്നെ സ്നേഹിച്ചു. എന്റെ വൈഫ് ഡെലിവറിക്ക് കേരളത്തിൽ പോയ സമയത്തൊക്കെ എനിക്ക് വെച്ച് വിളമ്പി തരുന്നത്, എനിക്ക് തുണി അനുസരിച്ചിരുന്നു ആ അമ്മച്ചിയായിരുന്നു. അതൊന്നും പറഞ്ഞ വാക്കുകൾ പോരാ. കുമാരന്റെ വൈഫിനെ കർത്താവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഞങ്ങൾ നന്ദി പറയുന്നു. മൂർത്തിയും കുടുംബത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങളുടെ കുടുംബം ഞങ്ങളോട് കാണിച്ച സ്നേഹവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കുളിപ്പിച്ചതും നനപ്പിച്ചതും ആമേ ഊട്ടിയതും ഉറക്കിയതെല്ലാം ഞങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. ഞാൻ എപ്പോഴും സഭയെ ശുശ്രൂഷിക്കുമ്പോൾ ഒരു കാര്യം പറയാറുണ്ട്. ദേവദാസന്മാരുടെ മക്കളെ സാധാരണ അവർ അപ്പനും അമ്മയും വളർത്തില്ല. അവർ ತಂದೆ ತಾಯಿರು ಸಾಕುವುದಿಲ್ಲ, ಸಭೆಯ ವಿಶ್ವಾಸಿಗಳೇ ಅವರು ಸಾಕೋದು. ಎಲ್ಲಿ ಬೇಕಾದ್ರೂ ನೋಡಿ, ದೇವರ ಸೇವೆ ಮಾಡುವಂತ ಸೇವಕರ ಮಕ್ಕಳುಗಳನ್ನು ಯಾವಾಗಲೂ ಸಭೆಯ ತಾಯಂದಿರು ಆಮೇಲೆ ತಂದೆಯರು ಸಹೋದರಗಳು ಸಹೋದರಿಯ ಮಕ್ಕಳನ್ನು ಎತ್ತಿಕೊಂಡು ಅವರನ್ನು ಸಾಕುವುದು ಮುದ್ದಿಸುವುದು. സ്വന്തം അപ്പനും അമ്മ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ സഭ കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. പാസ്റ്റർമാരുടെ മക്കളെ
ತಂದೆ ತಾಯಿಗಳು ಪ್ರೀತಿ ಮಾಡೋದಕ್ಕಿಂತ ಹೆಚ್ಚಾಗಿ ಸಭೆಯ ಮಕ್ಕಳುಗಳು ಅವರ ಮಕ್ಕಳನ್ನ ಪ್ರೀತಿ ಮಾಡ್ತಾರೆ. ആ ഭാഗ്യം ലഭിച്ചവരാണ് എന്റെ രണ്ട് കുഞ്ഞുങ്ങള്. ಆ ಭಾಗ್ಯ ಲಭಿಸಿದವರಾಗಿದ್ದಾರೆ ನನ್ನ ಎರಡು ಮಕ್ಕಳು ಕೂಡ. അപ്പോൾ യേശു ക്രിസ്തു ഇന്നലെ നമ്മോട് സംസാരിച്ച ദൂതിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരികയാണ്. ಯೇಸು ಕ್ರಿಸ್ತ ನಮ್ಮ ಸಂಗಡ ನಿನ್ನೆ ಮಾತಾಡಿದ ಆಲೋಚನೆ ಎರಡನೇ ಭಾಗಕ್ಕೆ ആരാണ് എന്റെ അമ്മയും സഹോദരന്മാരും? ಯಾರು ನನ್ನ ತಂದೆ ತಾಯಿಗಳು ನನ್ನ ಸಹೋದರರು. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരല്ലേ എന്റെ അമ്മ മാതാപിതാക്കളെന്ന് ചോദിക്കുന്നു. ತಂದೆ ಚಿತ್ತವನ್ನು ಭೂಲೋಕದಲ್ಲಿ ನೆರವೇರಿಸುವವರಾಗಿದ್ದಾರೆ ನನ್ನ ತಾಯಿ ನನ್ನ ಸಹೋದರರು. നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಹೊರಟು ಬಂದೆ. ഒരു അമ്മയും ഒരു അപ്പനും ചിലപ്പോൾ നിനക്ക് നഷ്ടപ്പെട്ടേക്കാം. ನಿನ್ನ ತಂದೆ താങ്കൾ നിനಗೆ നഷ്ടವಾಗಿ ಹೋಗುತ್ತದೆ. പക്ഷെ ലോകത്തിലെ ദൈവം നൂറുകണക്കിന് മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെ ദൈവം നിങ്ങൾക്ക് തരും. ಲೋಕದಲ್ಲಿ ನೂರುಗಟ್ಟಲೆ ತಂದೆ ತಾಯಿಗಳ ದೇವರಿಗೋಸ್ಕರವಾಗಿ ಕೊಡ್ತಾರೆ. അതാണ് നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം. ಅದಾಗಿದೆ ದೇವರ ಪ್ರೀತಿ. എനിക്ക് എത്ര പറഞ്ഞാലും തീരത്തില്ല. ಎಷ್ಟು ಹೇಳಿದ್ರು ಕೂಡ ಸಾಲದು. എന്റെ മനസ്സ് നിറഞ്ഞു കവിയാണ്. ನನ್ನ ಮನಸ್ಸು ತುಂಬಿ ತುಳುಕ್ತಾ ಇದೆ. പക്ഷെ ദൈവത്തിന്റെ അഭിഷിക്തന്മാർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് ದೇವರ ಸೇವಕರು ನಮ್ಮ ಮಧ್ಯದಲ್ಲಿ ಇರುವುದಿಲ್ಲ. ഞാൻ എന്റെ വാക്കുകൾ ഒത്തിരി കുറയ്ക്കുകയാണ്. ನನ್ನ ಮಾತುಗಳನ್ನು ಸಂಕ್ಷಿಪ್ತಗೊಳಿಸ್ತಾ ಇದ್ದೇನೆ. മണിക്കൂറുകളോട് നിന്ന് സംസാരിച്ചാലും ಗಂಟೆಗಟ್ಟಲೆ ನಾವು ನಿಂತುಕೊಂಡು ಮಾತಾಡಿದ್ರು ಕೂಡ ദൈവത്തിന്റെ സ്നേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ದೇವರ ಪ್ರೀತಿಯನ್ನು ನಾವು ಹೇಳಿ ತಿಳಿಸಲಿಕ್ಕೆ ಸಾಧ್ಯವಿಲ್ಲ. നല്ല ദൈവത്തെയാണ് നമ്മൾ കണ്ടുമുട്ടിയിരിക്കുന്നത്. ಒಳ್ಳೆಯ ದೇವರನ್ನು ನಾವು ಭೇಟಿಯಾಗಿದ್ದೇವೆ, ಒಡನಾಡಿದ್ದೇವೆ. ആ ദൈവത്തെ വിട്ടകം നമ്മൾ പോകരുതേ. ದೇವರನ್ನು ನಾವು ಬಿಟ್ಟು ಹೋಗುವುದು. ലോകത്തിൽ എന്ത് വേണ്ട സംഭവിക്കട്ടെ, ಲೋಕದಲ್ಲಿ ಏನೆಲ್ಲ ಸಂಭವಿಸಿ ആരൊക്കെ നിന്നെ സ്നേഹിക്കട്ടെ സ്നേഹിക്കാതിരിക്കട്ടെ, ನಿನ್ನ ಪ್ರೀತಿ ಮಾಡಲಿ ಮಾಡದೆ ആരൊക്കെ നിന്നെ കുറ്റം പറയട്ടെ നിന്നെ നല്ലെന്ന് പറയട്ടെ, ನಿನ್ನ ದೂರಿಗೆ ನೀನು ಒಳ್ಳೆಯದಂತ ಹೇಳಿ നീ ദൈവത്തെ മാത്രം വിട്ടാകരുത്. ನೀನು ದೇವರನ್ನ ಬಿಟ್ಟಾಗಲ್ಲ. കാരണം അവൻ മാത്രമേ നിന്റെ അന്ത്യനാൾ വരെയും എന്ന് വെച്ചാൽ നിത്യത വരെയും നിന്റെ കൂടെ കാണത്തുള്ളൂ. ಯಾಕಂದ್ರೆ ಅವರು ಮಾತ್ರ ನಿತ್ಯತೆಯ ತನಕ ನಿನ್ನ ಸಂಗಡ ಇರುವರು. ഭൂമിയിൽ എന്നെ സ്നേഹിക്കുന്ന നിന്റെ അപ്പനും അമ്മയൊക്കെ നിന്നെ വിട്ടു പോകുന്ന കാലം വരും. ಭೂಲೋಕದಲ್ಲಿ ನಿನ್ನನ್ನು ಪ್ರೀತಿ ಮಾಡುತ್ತ ತಂದೆ ತಾಯಿ ನಿನ್ನ ಬಿಟ್ಟು ಹೋಗುವ ಕಾಲ ಬರುತ್ತೆ. നിന്നെ വിളിച്ച് വേർതിരിക്കുന്ന നിന്റെ പിതാവായ ദൈവം നിന്നെ വിട്ടു ഒരു നാൾ പോവുകയില്ല. ಏರ್ಪಡಿಸಿದಂತ ನಿನ್ನ ಸ್ವರ್ಗೀಯ ತಂದೆ ನಿನ್ನ ಯಾವತ್ತೂ ಕೂಡ ಕೈ ಬಿಡುವುದು. ഭാര്യയും ഭർത്താവ് എല്ലാം വിട്ട് മാറിപ്പോകുമെന്നാൽ കർത്താവ് നിന്നെ വിട്ട് മാറത്തില്ല. ಹೆಂಡತಿ ಗಂಡ ಎಲ್ಲ ಬಿಟ್ಟು ಹೋಗುವಾಗ ದೇವರು ನಿನ್ನನ್ನು ಬಿಟ್ಟು ಹೋಗುವುದು. കാലം വന്നിരിക്കുന്ന ഒത്തിരി മുഖങ്ങളെ എനിക്ക് എടുത്തു പറയണമെന്ന് ആഗ്രഹമുണ്ട്. ಈ ಹಗಲು ಕಾಲ ದೇವರ ಆಲಯಕ್ಕೆ ಬಂದಿರುವಂತ ಅನೇಕ ಮುಖಗಳನ್ನು ನಾನು ಎತ್ತಿ ಹೇಳಬೇಕಾದಂತ ನನಗೆ ಆಸೆ ಇದೆ. ഒറ്റ വാക്കിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ಒಂದೇ ಮಾತನ್ನು ನಾನು ಹೇಳಿ ತಿಳಿಸಲ. ഞാൻ ഒരു വാക്ക് ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ನಾನು ಒಂದು ಮಾತು ಕರೆ ಮಾಡಿ ನಿಮಗೆ ತಿಳಿಸಿದಾಗ സ്നേഹത്തോടെ ഓടി വന്ന് ഞങ്ങളോട് കൂടെ ഇന്ന് ഇവിടെ നിങ്ങൾ ഇരിക്കുന്നതാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന്റെ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ തെളിവെന്ന് പറയുന്നത്. ತುಂಬಾ ಪ್ರೀತಿಯಿಂದ ನೀವು ಇಂದು ಹಗಲು ಕಾಲ ಬಂದು ಕೂತಿರುವುದಾಗಿದೆ. ನನ್ನನ್ನು ಪ್ರೀತಿ ಮಾಡ್ತಾ ಇದ್ದೀರಾ, ದೇವರ ಪ್ರೀತಿ ಮಾಡ್ತಿದ್ದೀರಾ ಎಂಬುದ ಗುರುತಾಗಿದೆ. പേര് പറയാതെ നിങ്ങൾ എല്ലാവരും ഞാൻ വന്ദനം ചെയ്യട്ടെ. ನಿಮ್ಮೆಲ್ಲರೂ ಕೂಡ ನಾನು ವಂದನೆ ಮಾಡ್ತಾ ಇದ್ದೇನೆ. ഇനി ബാംഗ്ലൂർ വന്ന ചില സഹോദരന്മാർ അവിടെ നമുക്ക് വേണ്ടി ഉച്ചത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ರಾತ್ರಿ ಬ್ಯಾಂಗ್ಳೂರಿನಿಂದ ಬಂದ ಕೆಲವು ಸಹೋದರ ಆಹಾರಕ್ಕೋಸ್ಕರವಾಗಿ ಎಲ್ಲರೂ ಸಿದ್ಧ ಮಾಡ್ತಾ ಇದ್ದಾರೆ. നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ നല്ല ഇപ്പൊ കുഴപ്പമൊന്നും നിങ്ങൾ മിണ്ടത്തില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് ಖುಷಿയുണ്ട് കേൾക്കാൻ. ಈಗಲೇ ಕೇಳಿಕೆಗೆ ತೋರಿಸಿದೆ. ഇച്ചിരി കഴിയുമ്പോൾ നിങ്ങൾ വയലന്റ് ആകും. ಸ್ವಲ್ಪ ಸಮಯ ಆದ ನಂತರ ನೀವು ವೈಲೆಂಟ್ ಆಗ್ತೀರಿ. അപ്പൊ എന്താ പാസ് ചോദിക്കും, എന്താ വയലന്റ് ആയെന്ന് ചോദിക്കും. ಭಾಷೆ ಹೇಳ್ತಾರೆ ಏನಕ್ಕೆ ನೀವು അപ്പൊ നിങ്ങൾ പറയും ഞങ്ങളല്ല വയലന്റ് ആയത്, ഞങ്ങളുടെ വയറ വയലന്റ് ആയെന്ന് പറയും. ನೀವು ಹೇಳ್ತೀರಾ ನಾವೆಲ್ಲ ವೈಲೆಂಟ್ ಆಗಿದೆ, ನಮ್ಮ ಹೊಟ್ಟೆ ಆಗಿದೆ ವೈಲೆಂಟ್. അപ്പൊ നിങ്ങൾ അന്നേരം സൈലന്റ് ആക്കാൻ വേണ്ടി ഇപ്പോൾ ചിലരൊക്കെ അവിടെ വയലന്റ് ആയിക്കൊണ്ടിരിക്കുക. ನಿಮ್ಮಲ್ಲಿ ಆಮೇಲೆ ಸೈಲೆಂಟ್ ಮಾಡೋದಕ್ಕೋಸ್ಕರವಾಗಿ ಸ್ವಲ್ಪ ಜನ ಅಲ್ಲೇ ವೈಲೆಂಟ್ ಆಗ್ತಿದ್ದಾರೆ. എന്ന് വെച്ചാൽ അവർ നിങ്ങൾക്ക് വേണ്ടി അവിടെ അധ്വാനിക്കുന്നു, ಅಂದ್ರೆ ಅವರು ನಿಮಗೋಸ್ಕರವಾಗಿ ಇಲ್ಲಿ ದುಡಿತಾ ಇದ್ದಾರೆ, അവരുടെ ശുശ്രൂഷ അവർ ചെയ്യുന്നു. ಸೇವೆಯನ್ನು ಅವರು ಮಾಡ್ತಾ ಇದ್ದಾರೆ. നമ്മുടെ സഭയ്ക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല സഹോദരന്മാർക്കും നല്ല സഹോദരിമാർക്കും നല്ല അമ്മച്ചിമാർക്കും നല്ല അപ്പച്ചന്മാർക്കും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ನಮ್ಮ ಸಭೆಯಲ್ಲಿ ಶ್ರೇಷ್ಠವಾಗಿ ಕೊಟ್ಟಂತೆ ನಮ್ಮ ಸಹೋದರರಿಗೂ ನಮ್ಮ ಸಹೋದರಿಗೂ ತಂದೆ ತಾಯಿಗಳಿಗೂ ನಾನು ವಂದನೆಗಳನ್ನು ತಿಳಿಸ್ತಾ ഈ ಇದ್ದೇನೆ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വഴക്ക് കേൾക്കുന്ന വിശ്വാസികൾ ആരാന്ന് ചോദിച്ചാൽ നമ്മളോട് ആരാധിക്കുന്ന വിശ്വാസികളാണ്. ತುಂಬಾ ಮೈಯನ್ನು ಕೇಳುವಂತ ವಿಶ್ವಾಸಿಗಳು ಯಾರಂತ ಕೇಳಿದ್ರೆ ನಮ್ಮ ಸಭೆಯಲ್ಲಿ വേറെ ഒരു സഭയിൽ ഇത്രയും പാസ്റ്റർമാർ വഴക്ക് പറയുന്ന ഒരു സഭ കാണത്തില്ല. ಯಾವ ಸಭೆಯಲ್ಲಿ ಕೂಡ ಇಷ್ಟು ಮೈಯನ್ನು ಕೇಳುವಂತ ಸಭೆಯಲ್ಲಿ ಕೂಡ ಇರುವುದಿಲ್ಲ. പക്ഷെ എത്ര വഴക്ക് പറഞ്ഞാലും ಎಷ್ಟು ಬೈದ್ರು ಕೂಡ ഇവിടുത്തെ വിശ്വാസികൾ പാസ്റ്റർ സ്നേഹിക്കുന്നതിൽ എനിക്ക് തോന്നുന്നു വേറെ ഒരു സഭയിൽ ഒരു പാസ്റ്റർമാരെ സ്നേഹിക്കുന്നില്ലായിരിക്കും. ವಿಶ್ವಾಸಿಗಳು ಸೇವಕರನ್ನ ಪ್ರೀತಿ ಮಾಡುವಂತ ರೀತಿಯಲ್ಲಿ ನನಗೆ ಅನಿಸ್ತಾ ಇದೆ, ಬೇರೆ ಎಲ್ಲಿಯೂ ಕೂಡ ಪ್ರೀತಿ ಮಾಡುವುದಿಲ್ಲ. പുകഴ്ത്തുവാണെന്ന് വിചാരിക്കരുത്. ಕೊಡ್ತೀನಿ ಅಂತ ಅನ್ಕೊಳ್ಳಿ. എന്റെ മനസ്സിന്റെ ധാരണ ഞാൻ പറഞ്ഞതാണ്. ನನ್ನ ಮನಸ್ಸಿನ ಆಸೆ ಅನಿಸಿಕೆಯನ್ನು ನಾನು അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കട്ടെ. ಹಾಗೆ ಆಗುತ್ತದೆ ಎಂಬುದಾಗಿ ನಾನು ನಂಬ್ತಾ ಇದ್ದೇನೆ. എപ്പോഴെങ്കിലും ഒരു ആമേൻ പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ಈಗ ಅದು ನಾನೇ ಹೇಳ್ತೀನಿ ಅಂತ ನಾನು ಅಂದುಕೊಂಡಿದ್ದೆ. എന്റെ വാക്കിന് ഒരു വിലയും തന്നില്ല നിങ്ങൾ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ದೇವರಿಗೆ ಆಶೀರ್ವಾದ. ഹല്ലേലൂയ. Hallelujah. ഇപ്പോൾ നമ്മൾ ആദ്യം അല്പസമയം കർത്താവിന്റെ തിരുവചനത്തിൽ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ಈಗ ನಾವು ಸ್ವಲ್ಪ ಸಮಯ ದೇವರ ವಾಕ್ಯವನ್ನು ಕೇಳಿಕೊಳ್ಳುತ್ತಾ ಇದ್ದೇವೆ. കർത്താവിന്റെ ദാസൻ മാത്യൂസ് പാസ്റ്റർ നമ്മളോട് ദൈവത്തിന്റെ